ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ SSLC മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എക്സാമൊക്കെ ആവാറായി. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളുടെ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അല്ലെ, നാളെയുടെ ജനിതകം നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് പഠിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് ഈ സെഷൻ നല്ല യൂസ്ഫുള്ളായി, ഇഷ്ടമായി, മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നാളെയുടെ ജനിതകം അല്ലേ, ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണിത്. നമ്മൾ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം എക്സാമിന് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, ഇത് എന്താ സംഭവം എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മനുഷ്യൻ്റെ DNA, അതായത് ഹ്യൂമൻ DNA ഹ്യൂമൻ സെല്ലിൽ നിന്ന് എടുത്തിട്ട് ബാക്ടീരിയയിൽ നിന്നൊരു പ്ലാസ്മിഡിനെ എടുത്തിട്ട് ബാക്ടീരിയയിലേക്ക് അത് നമ്മൾ കൂട്ടിച്ചേർക്കും. എന്നിട്ട് അതിനെ ഒട്ടിച്ച ആ പ്ലാസ്മിഡിനെ, നമ്മുടെ ജീൻ ഒട്ടിച്ച് ചേർത്ത ആ പ്ലാസ്മിഡിനെ നമ്മളൊരു ബാക്ടീരിയയിൽ ഇട്ട് കൊടുക്കും. ആ ബാക്ടീരിയനെ നമ്മൾ വളർച്ചാ മാധ്യമത്തിൽ അല്ലെങ്കിൽ കൾച്ചർ മീഡിയത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വളർത്തുമ്പം ബാക്ടീരിയ എന്ത് ചെയ്യും, ഇനാക്റ്റീവായിട്ടുള്ള പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉണ്ടാക്കും. അതിൽ നിന്ന് നമ്മൾ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കും. ഈ ഓരോ സ്റ്റേജുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ്, ഇത് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും നോക്കി വെക്കാം. പിന്നെ 2 ഡെഫിനിഷൻസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ബയോടെക്നോളജി അല്ലെങ്കിൽ ജൈവ സാങ്കേതിക വിദ്യ. നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ, സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും ബയോളജിക്കൽ പ്രോസസ്സിനെയും കൂടി ഒരുമിപ്പിച്ച് നമ്മൾ പല സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നു, വൈൻ ഉണ്ടാക്കുന്നു, അപ്പോൾ ഒക്കെ ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജിയാണ്. പക്ഷേ ഇപ്പം എന്താ, കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയല്ലേ. ഇപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ഈ ജനിതക എഞ്ചിനീയറിംഗിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ സൂക്ഷ്മജീവികളെ അവരുടെ ജനിതക ഘടനയിൽ, അവരുടെ ജെനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ചസ് വരുത്തുകയാണ്. എന്നിട്ട് അവരുടെ സ്വഭാവങ്ങളിൽ, അവരുടെ ട്രെയ്റ്റിൽ വ്യത്യാസം വരുത്തുകയാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോളിങ് ദ ട്രെയ്റ്റ്സ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ട്രെയ്റ്റ്സ്, അവരുടെ സ്വഭാവങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ബൈ ബ്രിങ്ങിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനുകളുടെ മാറ്റം വരുത്തുകയാണ് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് നമ്മളുടെ ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ ജനിതക കത്രിക. ഓക്കെ, ജീനുകളെ മുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമുകളാണ്. ദീസ് ആർ എൻസൈംസ് യൂസ് ടു കട്ട് ജെനറ്റിക് മെറ്റീരിയൽ. അതിന് നമ്മൾ ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ ജനിതക കത്രിക എന്ന് പറയും. അതിനൊരു എക്സാമ്പിളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആൻഡ് ജനിതക കത്രിക. ആൻഡ് അടുത്തതാണ് ജനിതക പശ. ജനിതക പശ എന്ന് പറഞ്ഞാൽ ജീനുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ലിഗേഷൻ ഓഫ് ജീൻസിന് സഹായിക്കുന്നതാണ്. അതിനൊരു എക്സാമ്പിളാണ് നമ്മളെ ലിഗേസ് എൻസൈം. ഇതും ചോദിക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ വരുന്ന ഒരു കോൺസെപ്റ്റാണ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ വാഹകർ എന്ന് നമ്മൾ പറയും. ഓക്കെ, പ്ലാസ്മിഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ആ പ്ലാസ്മിഡ് ഇവരെയാണ് നമ്മൾ വാഹകർ എന്ന് പറയാം, വെക്ടേഴ്സ്. ഓക്കെ, വെക്ടേഴ്സിന് അല്ലെങ്കിൽ വാഹകർക്ക് ഒരു എക്സാമ്പിളാണ് പ്ലാസ്മിഡ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീനുകളെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അവർ ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു ജീനിനെ ടു ദ ടാർഗറ്റ് സെൽ. അങ്ങനത്തെ ആൾക്കാരാണ് പ്ലാസ്മിഡ് എന്ന് പറയുക. അവർ നമ്മൾ ജനറലായിട്ട് വെക്ടേഴ്സ് അല്ലെങ്കിൽ വാഹകർ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് പ്ലാസ്മിഡ്. പിന്നെ നമ്മളുടെ ഈ ഒരു ജനിതക എഞ്ചിനീയറിംഗ് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടായിട്ടുള്ള 3 ഏരിയകളാണ്. ഒന്ന് നമ്മളുടെ ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും അതുപോലെ തന്നെ വിളകളും, ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അനിമൽസും ക്രോപ്സും. പിന്നെ നമ്മളുടെ ജീൻ തെറാപ്പി, പിന്നെ നമ്മളുടെ ഫാം ആനിമൽസ് അല്ല, ഫോറൻസിക് പരിശോധന. ഫാം ആനിമൽസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ജീൻസിനെ മുറിച്ചു മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുകയാണ്, ഫങ്ഷണൽ ആയിട്ടുള്ള ജീനിനെ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. പ്രവർത്തന സജ്ജമല്ലാത്ത അല്ലെങ്കിൽ തകരാറിലായ ജീൻ മുറിച്ചു മാറ്റുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തന സജ്ജമായ ജീനിനെ ഉൾപ്പെടുത്തുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജനിതക കത്രിക, ജെനറ്റിക് സിസേഴ്സും ജെനറ്റിക് ഗ്ലൂ ഒക്കെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജെനറ്റിക് ഡിസീസസ്, ജനിതക രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ജീൻ തെറാപ്പി. പിന്നെ നമ്മളുടെ ജീൻ തെറാപ്പിയുടെ ഡെഫിനേഷനൊക്കെ ഇവിടെ ഉണ്ട്. മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദ ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ജെനറ്റിക് ഡിസീസസ് ആർ കട്ട് ആൻഡ് റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് എ ഫങ്ഷണൽ ജീൻ. ഓക്കെ, പ്രവർത്തന സജ്ജമല്ലാത്ത ജീനുകളെ മുറിച്ചു മാറ്റി പ്രവർത്തന സജ്ജമായ ജീൻ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതി. പിന്നെ നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് ജീനോം. ഒരു ജീവിയിലുള്ള
മൊത്തം ജനിതക വസ്തുവിനെ അല്ലെങ്കിൽ ടോട്ടൽ ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ ജീനോം എന്ന് പറയാം. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ നമ്മൾ എന്ത് പറയും? ജീനോം എന്ന് പറയും. ദെൻ ജങ്ക് ജീൻസ്, പേര് പോലെ തന്നെ ജങ്കാണ്, ഒരു ഗുണവുമില്ല. ഓക്കെ, നോൺ ഫങ്ഷണൽ ജീൻസിനെയാണ് ജങ്ക് ജീൻസ് എന്ന് പറയാം. പ്രവർത്തന സജ്ജമല്ലാത്ത, പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ നമ്മൾ ജങ്ക് ജീൻസ് എന്ന് പറയും. ഇതുകൊണ്ട് ഒരു പ്രവർത്തനവും ഇല്ല. ഓക്കെ, നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലിൽ ഏറ്റവും കൂടുതൽ ജങ്ക് ജീൻസ് ആണ്. ഇനി ജീൻ മാപ്പിംഗ്. മാപ്പ് എന്തിനാ? ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ ജീൻ മാപ്പിംഗ്, നമ്മളുടെ DNA-യിൽ ഓരോ ജീനിൻ്റെയും സ്ഥാനം എവിടെയാണ്, അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ടെക്നോളജിയാണ് ജീൻ മാപ്പിംഗ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പ്രോട്ടീൻസും അവരെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്ക് ജനിതക എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോട്ടീനുകളാണ് ഇത്. ഇൻറ്റർഫെറോൺ വൈറൽ അസുഖങ്ങൾ, വൈറൽ ഡിസീസസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസുലിൻ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യാൻ, പിന്നെ നമ്മൾ എൻഡോർഫിൻ നമുക്ക് പെയിൻ അല്ലെങ്കിൽ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മൾ സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻസ് ആണ് കേട്ടോ. നമുക്ക് ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഫാം ആനിമൽസ്, മരുന്ന് തരും മൃഗങ്ങൾ. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ബാക്ടീരിയ ഉപയോഗിച്ച് ഇൻസുലിൻ ഉണ്ടാക്കിയെന്നല്ലേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ ഏതൊക്കെ പ്രോട്ടീൻസ് വേണമെന്ന് കണ്ടില്ലേ? ഇൻറ്റർഫെറോൺ, ഇൻസുലിൻ, പിന്നെ നമുക്ക് എൻഡോർഫിൻ, ഇങ്ങനത്തെ പ്രോട്ടീൻസൊക്കെ ഉണ്ടാക്കുന്ന ജീനിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? പിഗ്, പന്നി, പശു പോലത്തെ മൃഗങ്ങളിൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ പാലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അവരുടെ പാലിൽ നിന്നും അവരുടെ ബ്ലഡിൽ നിന്നൊക്കെ നമുക്ക് ഈ പ്രോട്ടീൻസിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവരെന്താ നമുക്ക് തരുന്നത്? മരുന്നാണല്ലേ. അപ്പോൾ നമ്മൾ അവരെന്താക്കി മാറ്റി? മരുന്ന് തരുന്ന മൃഗങ്ങൾ, മെഡിസിൻസ് തരുന്ന മൃഗങ്ങളാക്കി മാറ്റി. അതിനെയാണ് നമ്മൾ ഫാം ആനിമൽസ് എന്ന് പറയാം. ഓക്കെ, ജീൻസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? അനിമൽസിൽ ഇൻസേർട്ട് ചെയ്യാണ്, മൃഗങ്ങളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. എന്നിട്ട് അവരുടെ പാലിൽ നിന്നും അവരുടെ രക്തത്തിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഈ മരുന്ന് കിട്ടും. ഇനി നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ്? നമ്മളുടെ ഓരോരുത്തരുടെയും എന്താണ് ഈ DNA-യിൽ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എങ്ങനെയാണ്, ഇത് പരിശോധിക്കുന്ന ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇതിന് DNA പ്രൊഫൈലിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് എലക് ജെഫ്രെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ടെക്നോളജിയുടെ ബേസിസ് എന്താണ് ഈ ടെക്നോളജിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും വിരലടയാളം, നമ്മളുടെ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ DNA-യിൽ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് എന്താണ്? യുണീക്കാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദ ഡിഫറൻസ് ഇൻ ഫിംഗർ പ്രിൻറ്റ്, ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡും ഡിഫറെൻ്റ് ആണ്. ഇതാണ് DNA ടെസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനം. പിന്നെ നമ്മളുടെ എക്സാമിന് ചോദിക്കുക 4 ആപ്ലിക്കേഷൻസ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളുടെ പാരമ്പര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ, പിന്നെ നമ്മളുടെ റിയൽ പാരൻസിനെ, മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാൻ, പിന്നെ പ്രകൃതിക്ഷോഭം, യുദ്ധം, നമ്മളെ വാർ, നാച്ചുറൽ കലാമിറ്റീസിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് കൊലയാളികളെ, അപ്പം യഥാർത്ഥ കൊലയാളികളെ, കുറ്റവാളികളെയൊക്കെ കണ്ടുപിടിക്കാൻ, ആ മോഷണം അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്ന് കിട്ടിയ DNA സാമ്പിൾ, ബ്ലഡ്, മുടി, എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ആ DNA സാമ്പിളിൽ നിന്ന് നമുക്ക് സംശയമുള്ള ആൾക്കാരെ വെച്ച് നോക്കിയിട്ട് യഥാർത്ഥ കുറ്റവാളിനെ കണ്ടുപിടിക്കാനും നമ്മളിത് ഉപയോഗിക്കും. ഈ ഭാഗങ്ങളാണ് നമ്മളുടെ ഈ ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കുക. ഒരു 6 മാർക്കിനൊക്കെ ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ 5-6 മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റേഴ്സൊക്കെ, ഈ പോർഷൻസ് ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സ് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻസിൽ അറിയിക്കാം. താങ്ക് യു.